കന്നി മത്സരത്തിനായി പ്രിയങ്ക കേരളത്തിലേക്ക് എത്തുന്നതിന്റെ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിഞ്ഞുവെന്ന പരിഭവമില്ലാതെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസുകാർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ്. പ്രിയങ്കയ്ക്കെതിരെ ആരെ നിർത്തുമെന്ന ചർച്ചയിലാണ് മറ്റു പാർട്ടികൾ. ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണെന്ന് പറയുന്നത് പോലെ പ്രിയങ്കയ്ക്കെതിരായി ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന അജണ്ടയിലാണ് BJPയും ഉള്ളത്. ശോഭാ സുരേന്ദ്രന്റെ പേരിന് പുറമെ ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു പേര് സിനിമാ താരവും BJPയുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന ഖുശ്ബുവിന്റെ പേരാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ഖുശ്ബുവിനെ BJP സ്ഥാനാർത്ഥിയാക്കണമെന്ന തമിഴ്നാട്ടിലെ സാമൂഹിക മാധ്യമങ്ങൾ ആവശ്യം ഉന്നയിക്കുകയാണ്. കെ അണ്ണാമലൈ അടക്കം നേതാക്കൾ പിന്തുടരുന്ന ചില BJP അനുകൂല ഹാൻഡിലുകളിൽ നിന്നുമാണ് ഈ പ്രചാരണം തുടങ്ങിയിട്ടുള്ളത്. മലയാളവും തമിഴും സംസാരിക്കാൻ കഴിയുന്ന ഖുശ്ബു വയനാട്ടിൽ ശക്തമായ സ്ഥാനാർത്ഥിയാകുമെന്നും പ്രിയങ്കയ്ക്ക് ഒത്ത എതിരാളിയാകുമെന്നാണ് BJP അനുകൂല അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന പോസ്റ്റുകൾ. സംസ്ഥാനത്ത് UDFന്റെ ഏറ്റവും വലിയ കോട്ടയായ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ആശങ്കയൊന്നുമില്ലാതെയാണ് പ്രിയങ്ക എത്തുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വടക്ക് രാഹുലും തെക്ക് പ്രിയങ്കയും എന്ന രാഷ്ട്രീയ സമവാക്യം ആവേശം കൊള്ളിക്കുന്നതാണ്. തൃശൂരിലെ തോൽവിയിലുണ്ടായ നിറമങ്ങൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജ്വലിപ്പിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുമെന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോഴേ പറയുന്നത്. അമേഠി തിരിച്ചുപിടിച്ചും റായ്ബറേലി നിലനിർത്തിയും വയനാട്ടിൽ പ്രിയങ്കയെ മത്സരിപ്പിച്ചും ആ പഴയ പ്രതാപത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നുവെന്ന ആവേശത്തിലാണ് അണികൾ. നെഹ്റു കുടുംബം കേരളത്തെ ചേർത്ത് പിടിക്കുന്നുവെന്ന വൈകാരികതയും പ്രവർത്തകർക്കിടയിലുണ്ട്. വയനാട് രാഹുൽ ഒഴിഞ്ഞതിൽ കടുത്ത വിമർശനം എതിർ പാർട്ടികൾ ഉന്നയിക്കുന്നുമുണ്ട്. ഖുശ്ബുവിന് തമിഴ്നാട്ടിൽ വലിയ ആരാധക വൃത്തമുണ്ടെങ്കിലും കേരളത്തിൽ അതില്ല എന്നത് തന്നെയാണ് പ്രധാന ഘടകം. കൂടാതെ വിവാഹത്തിന് മുൻപേ പ്രസവിക്കുന്നത് ഒരു കുറ്റമല്ല എന്ന് ഖുശ്ബുവിന്റെ പണ്ടത്തെ ഒരു പ്രസ്താവന സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദഹിക്കാത്ത ഒന്നായി ഇന്നും കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഖുശ്ബുവിനൊരു ചോയ്സ് കൊടുത്താൽ അതൊരു പരാജയത്തിന്റെ ആദ്യപടിയായി BJP കുറിക്കപ്പെടുന്നതായിരിക്കും നല്ലത്.